Greetings to you in the precious name of our Lord and Savior Jesus Christ. കർത്താവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹം. I know that there's not a lot of time ahead of us. We said that we would stop at 11, so I will not be testing any patience any longer. I'm just going to be reading out the points for the passage. ആമേൻ. ഇന്ന് അധികം സമയമെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ 10 മണിക്ക് നിർത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അവൻ സ്തോത്രം ചെയ്യുന്നു. പെട്ടെന്ന് അവൻ സ്തോത്രം ചെയ്യുന്നു. ദൈവം തന്ന ചിന്തകൾ കൂടി പെട്ടെന്ന് കടന്നു പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിന്റെ ബുള്ളറ്റ് പോയിന്റ്സ് മാത്രം പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുകയാണ്. As we know, this month the Holy Spirit said to perfect holiness we must receive grace. ആമേൻ. ഈ മാസം പരിശുദ്ധാത്മാവ് പറഞ്ഞ് നമുക്കറിയാമല്ലോ, വിശുദ്ധിയെ തികയ്ക്കണമെങ്കിൽ അവൻ നമുക്ക് കൃപ അത്യന്താപേക്ഷിതം. And as we know from, I'm not going to make you read the reference verses. As we know from Psalm 84 verse 11 to 12 and Titus 2 verse 11 to 14, we know that grace is given by God and that Jesus is the embodiment of grace who comes to teach us how to walk in holiness. ആമേൻ. നമ്മൾ വായിച്ച ആമേൻ സങ്കീർത്തനങ്ങളുടെ വാക്യം നോക്കി ആമേൻ സ്തോത്രം ചെയ്യുന്നു. Psalm 84 verse 84 ആമേൻ 11-12 തീത്തോസ് 2:11-12 വാക്യങ്ങളില് ആമേൻ പരിശുദ്ധാത്മാവ് നമ്മോട് പറയാനിടയായിത്തീരുന്നു. ദൈവം തന്ന കൃപ ക്രിസ്തുവാണ്. ആമേൻ ശരീര ആമേൻ രൂപത്തില് കൃപയായിട്ടാണ് ഭൂമിയിലേക്ക് കടന്നു വന്നതിനാണ്. ആമേൻ നമ്മെ ശാസിച്ച് ശിക്ഷിച്ച് കൃപയിൽ വളർത്തേണ്ടതിന്, വിശുദ്ധിയിൽ നമ്മെ മുന്നേറ്റേണ്ടതിന് അവൻ കൃപയായിട്ടാണ് ഭൂമിയിലേക്ക് വന്നുവെന്ന് അവൻ വെളിപ്പെടുത്തുന്ന വചനങ്ങളായിരുന്നല്ലോ. On Mother's Day, which is a day we contemplate many mothers, our own and many other mothers in this world. In the Bible, we're going to be talking about an iconic mother, a mother who carried, who would be the embodiment of grace, Jesus, the mother who was Mary, the mother of Jesus. ആമേൻ. ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ ഇന്ന് അമേരിക്കയിലെമ്പാടും ലോകമെമ്പാടും മദേഴ്സ് ഡേ ആയിട്ട് കൊണ്ടാടുന്ന ഒരു ദിവസമാണല്ലോ. ആമേൻ സ്വത്രം. അങ്ങനെ അതിനുള്ള ബന്ധത്തില് ആമേൻ സ്വത്രം കൃപയെ ഈ താണഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ, കൃപയെ അവൻ വരുത്തുവാൻ വേണ്ടി തന്റെ ജീവിതം മുറിഞ്ഞു വെച്ച ഒരു അമ്മയെ കുറിച്ച് ചിന്തിക്കുന്നത് വളരെ അനുഗ്രഹമാകുമെന്ന് ഞാൻ ചിന്തിച്ചതുകൊണ്ട് യേശുവിന് അമ്മയെ തെരഞ്ഞെടുപ്പാനായിട്ട് ഇടയായി തീർന്നു. So I'll just be making some points as to the role of grace in Mary, the mother of Jesus' life. അവൻ കൃപയുടെ ദൗത്യം അമ്മയാകുന്ന അവൻ ഈശോയുടെ അമ്മയാകുന്ന മേരിയിൽ എങ്ങനെ അവൻ സ്വന്തം പരിവർത്തിച്ചു എന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായി ഒന്ന് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. In Luke chapter 1 verse 28 to 30 and verse 35 and verse 38, we see that when the angel Gabriel appears to Mary and tells her of this calling, of this opportunity to give birth to who would be Emmanuel, we see her we see how the angel called her, the label that he gave her. In verse 28, he says, he came to her and said, "Greetings, O favored one," or in other translations, someone who received grace, "The Lord is with you." And furthermore, it says that in verse 30, the angel said to her, "Do not be afraid, Mary, for you have found favor with God." So as we can see, contrary to popular belief, Mary was not someone who had inherent grace. She was someone who received grace from God. She was not full of grace, but she was filled with grace from God. ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. ഒന്ന് ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തില് 28-ാം വാക്യം മുതൽ 28, 29, 30 താഴോട്ട് വായിക്കും, 34, 35 ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ ഗബ്രിയേൽ ദൂതൻ അവൻ കന്യക മറിയത്തിന് പ്രത്യക്ഷനായ ഭാവത്തെ കുറിച്ച് കാണാൻ കഴിയും. അവിടെ നാം വായിച്ചു വരുമ്പോൾ പഠിക്കുമ്പോൾ ഇങ്ങനെ 28-ാമത്തെ വാക്യം, ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന്, "കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം." ഹൈലി ഫേവർഡ്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്ന് പറയും. കൃപ അവൻ നിറഞ്ഞവളെയല്ല, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. നീ അടുത്തത് അവൻ സ്വന്തം ചെയ്യുന്നു. താഴെ വാക്യം 30-ാം വാക്യത്തിൽ ദൂതൻ അവളോട്, "മറിയേ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു" എന്ന് അവിടെ പറയുന്നു. അപ്പോൾ ഒരു കാര്യം നാം ഓർത്തേണം, അവൻ സ്വന്തം മറിയ കൃപയാൽ നിറഞ്ഞവളായിരുന്നില്ല, അവൾക്ക് കൃപ ലഭിച്ചതാണ്. കൃപ അവൻ ദൈവം അവൾക്ക് കൊടുക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. And we see that we know that grace is defined as unmerited favor. If Mary had always been holy from the very beginning, number one, she wouldn't have need of grace, and number two, she wouldn't qualify for grace, because it's not by your works and your inherent goodness that you are worthy of grace. You can't earn grace with your works. ഇന്ന് പകൽക്കാലം ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം. അവൻ സ്വന്തം ചെയ്യുന്നു, കൃപ മറിയത്തിന് വേണമായിരുന്നെങ്കിൽ, കൃപ എന്ന് പറഞ്ഞാൽ അർഹതയില്ലാത്ത ദാനമാണ്. അവൻ അർഹതയില്ലാത്ത ദാനമാണ് മറിയക്ക് വേണ്ടിയിരുന്നതെങ്കിൽ അവൻ ആ കൃപ, she was not
worthy, then she was human like you and me. അവൻ അങ്ങനെ അർഹതയില്ലാത്ത ദാനം കൃപ മറിയത്തിന് വേണമായിരുന്നതിൽ അർത്ഥം എന്തുവാ? എന്നെ പോലെ നിങ്ങളെ പോലെ യോഗ്യതയില്ലാതിരുന്ന ഒരു വ്യക്തിയാണ് മറിയവും. She was also vulnerable to sin. കാരണം പാപത്തിന്റെ ശരീരത്തിൽ ജനിച്ച അവൻ ഒരു സഹോദരിയാണ്, ഒരു സ്ത്രീയാണ് മറിയവും. അവൻ സ്വന്തം ബൈബിൾ പഠിപ്പിക്കുന്നു, അവൻ എല്ലാവരും പാപം ചെയ്തു ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നുവെന്ന് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ, മനുഷ്യരിൽ നിന്ന് ജനിച്ചവരൊക്കെയും പാപമുള്ളവരാണെന്ന് വചനം പഠിപ്പിക്കുമ്പോൾ, അവൻ സ്വന്തം എന്നെ പോലെ നിങ്ങളെ പോലെ പാപത്തിൽ ജനിച്ചൊരു വ്യക്തിയാണ് മറിയമെന്നും സങ്കീർത്തനങ്ങളും 139 സങ്കീർത്തനത്തിൽ പാപത്തിലെ ഒരു അമ്മ എന്നെ ഗർഭം ധരിച്ചപ്പോൾ അവൻ മറിയത്തെ ഒരു അമ്മ ഗർഭം ധരിച്ചതായതുകൊണ്ട് പാപത്തിൽ ഗർഭം ധരിച്ചു എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നത് കൊണ്ട് അവൻ നമ്മെ ഒരു കാര്യം അവൻ വ്യക്തമായി പഠിപ്പിക്കുന്നു, മറിയത്തിന് കൃപ ആവശ്യമായിരുന്നു. കൃപയെന്ന് പറഞ്ഞാൽ അർഹതയില്ലാത്ത ദാനം. അവൻ മറിയം അവൻ സ്വന്തം കൃപ നിറഞ്ഞവളായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പാപമില്ലാത്തവർ അങ്ങനെയല്ല, പിന്നെ കൃപയുടെ ആവശ്യമേ മറിയത്തിനില്ല. അവൻ കാരണം അവൾ കംപ്ലീറ്റ്ലി ചിലർ പഠിപ്പിക്കുന്നത് പോലെ അവൾ കംപ്ലീറ്റ് ഒറിജിനലും പരിശുദ്ധ ദൈവമല്ലാതെ പരിശുദ്ധൻ ആരുമില്ലെന്ന് ബൈബിൾ പറയുമ്പോൾ, അവൻ ഇത്ര മൂളയില്ലാതെ മനുഷ്യൻ വന്നിട്ട് അവൻ മനുഷ്യരെ പരിശുദ്ധരാക്കുമ്പോൾ, ദൈവത്തിന് വിരുദ്ധമായിട്ട് അവർ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അവൻ സ്വന്തം ഒരു കാര്യം നാം ഗ്രഹിക്കണം, അവൻ സ്വന്തം ദൈവവചനത്തിലേക്ക് മടങ്ങി വന്ന് സത്യവും വ്യവസ്ഥയും മനസ്സിലാക്കണം. നോക്കൂ, മറിയവും പാപത്തിൽ ജനിച്ചൊരു വ്യക്തിയായിരുന്നത് കൊണ്ട് മറിയത്തിനും വേണ്ടിയിരുന്നു കൃപ. ദൈവത്തിന്റെ കൃപ ലഭിച്ചവളെ കടന്നു വന്നു വന്ദനം ചെയ്യാൻ ദൂതനായി ഗബ്രിയേൽ വന്നിട്ട്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു എന്ന് അവിടെ പറയുന്നത് കാണാൻ കഴിയും. And it is only after the angel says that she received this grace that she yields to this calling and says, "Behold, I am the servant of the Lord. Let it happen to me according to your word." We see that grace is important, and it led Mary to yield and do God's will, as we've been talking about the past couple of months. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസങ്ങൾക്ക് മാസങ്ങളായിട്ട് സംസാരിക്കുന്ന പോലെ നോക്കൂ, കൃപ ലഭിച്ചത് കൊണ്ടാണ് മറിയം ദൈവത്തിന്റെ ഇഷ്ടത്തിന് വചനത്തിന് ഏൽപ്പിച്ചു കൊടുത്തത്. ആ സത്യം നിങ്ങൾ ഗ്രഹിച്ചോണം. ഒരിക്കലും മറിയം ചുമ്മാ വന്നപ്പോഴേ മറിയം അറിഞ്ഞുകൊണ്ടൊന്നും വന്നല്ല ഈ ഭൂമിയിലേക്ക്. കാരണം മറിയം അമ്പരന്ന് എന്തൊരു വന്ദനമെന്നാണ് ചോദിച്ച മറിയം. അപ്പൊ മറിയത്തിന് ഇതുമായിട്ട് യാതൊരു അറിവും ഒരു ബന്ധവും ഇല്ലായിരുന്നു. കൃപ അവൾക്ക് കിട്ടിയപ്പോൾ അവൻ ഗബ്രിയേൽ ദൂതൻ പറഞ്ഞ ആ വചനത്തിന് കീഴ്പ്പെടുത്താൻ. എന്താണ് വിശുദ്ധി? ദൈവവചനം, ദൈവത്തിന് ഇഷ്ടം പോലെ നടക്കുന്നതാണ് വിശുദ്ധി. ആ കൃപ കിട്ടിയില്ലായിരുന്നെങ്കിൽ ആ വചനത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ മറിയത്തിന് ഒരിക്കലും കഴിയുമായിരുന്നില്ല. Next, we see that grace is required, and grace helped Mary to trust God in the midst of troubles instead of fretting to prove herself. As we know, I'm going to make you read the Matthew chapter 1 verse 90 to 24 talks about how Joseph planned to divorce her quietly, but an angel of God came to him in a dream and told him about who Mary was and who was in her womb. So we see that Mary, when God gave her this grace, she chose to walk in holiness by not fretting over proving herself. She just focused on doing God's will, no matter who would be with her, no matter who may have forsaken her, no matter what she had to sacrifice. She completely gave herself up to God's will. പ്രിയമുള്ളവർ, ഒരു കാര്യം അറിയണം, വാക്കുകളുടെ പെരുപ്പത്തിൽ എപ്പോഴും പാപമുണ്ട്. കൃപ ലഭിച്ചതുകൊണ്ട് ഒരു കാര്യം ഓർക്കണം, മറിയം ആ കൃപയിൽ ശരണപ്പെട്ടു വിശുദ്ധിയിൽ ജീവിപ്പാൻ. മറിയം എങ്ങും പോയി ആരുടെ മുമ്പില് ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു ദൂതം എന്ന് പറഞ്ഞു ഇതൊന്നും മറിയം പറയാൻ പോയില്ല. കാരണം അവൾ ദൈവത്തിന്റെ കൃപയിൽ ശരണപ്പെട്ട്, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകാതെ ദൈവത്തിൽ മാത്രം ആ കൃപയിൽ ശരണപ്പെട്ട് വിശുദ്ധിക്കായി ദൈവവചനത്തിനായി ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ചെയ്യേണ്ടത് ആര് ചെയ്തു? ദൈവം ചെയ്യാനിടയായി. നോക്കൂ, അവളുടെ വിഷയങ്ങൾ അറിഞ്ഞപ്പോൾ രഹസ്യത്തിൽ യോസഫ് അവളെ ഉപേക്ഷിക്കാൻ വിചാരിച്ചതായി മത്തായി സുവിശേഷത്തിൽ പറയുന്നു. അവൻ ഉപേക്ഷിക്കാൻ പോയപ്പോൾ ഓടിപ്പോയി അവനോട് ഇങ്ങനെയല്ല അങ്ങനെയായിരുന്നു ഒന്നും നീതീകരിക്കാൻ പോകുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. പ്രിയമുള്ളവരെ, ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർക്കണം, നിങ്ങൾ ആരാ? നിങ്ങൾ പറഞ്ഞിട്ടല്ല അറിയേണ്ടത്. നിങ്ങൾ നിശബ്ദരായിരിക്കുമ്പോൾ നിങ്ങൾ ആ കൃപയിൽ തന്നെ ശരണപ്പെട്ടിട്ട് വിശുദ്ധിയിൽ ആവശ്യമില്ലാത്ത വാക്കുകൾ പറയാൻ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാതെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ദൈവ ഇഷ്ടത്തിനും വചനത്തിനും ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവൻ നീ ആരാണെന്ന് വെളിപ്പെടുത്തുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. രഹസ്യത്തില് അവളെ ഉപേക്ഷിച്ച് ലോകബോധം വരുത്താതെ അവൻ എന്റെ കയ്യിൽ തെറ്റൊന്നുമില്ല കൈയെടുക്കാനും വിചാരിച്ചപ്പോൾ രാത്രിയിൽ ദർശനത്തില് യോസേഫിന് വെളിപ്പെട്ടത് ദൈവം തന്നെ തന്റെ ദൂതൻ വെളിപ്പെടുവാനിടയായി അവനോട് പറഞ്ഞു, നീ ഉപേക്ഷിക്കരുത്. അവൾ
ഗർഭം ധരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിന് ആളെന്ന് പറഞ്ഞിട്ട് ചേർത്തുകൊള്ളാൻ കൽപ്പിച്ച ഒരു ദൈവം. ഇന്ന് പകൽക്കാലം ഒരു കാര്യം ഓർക്കണം, കൃപ ലഭിച്ച് നീ ദൈവ ഇഷ്ടത്തിനും ദൈവവിശുദ്ധിക്കും വേണ്ടി നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിന്റെ അവൻ ദൈവത്തിന്റെ ഉത്തരവാദിത്വമായി മാറും. നിന്റെ പാതകളെ ക്രമീകരിക്കാൻ, നിന്റെ വഴികളെ ഡയറക്റ്റ് ആക്കാൻ. നീ പോയി ആരോടും പറയണ്ട, നിന്റെ ഒരു കൊലീഗിനോടും പോയി നീ ആരാണെന്ന് ഒന്നും വേണ്ടണ്ട. നീ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി നിന്നെ തന്നെ ഹമ്പിൾ ചെയ്യുമ്പോൾ, നിന്നെ തന്നെ ഹോളിനെസ് ആക്കാൻ ദൈവ വചനത്തിനുള്ളിലേക്ക് നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കും. ഓർക്കണം, അവൻ പുത്രൻ ഉരുവാന്ന് പറയുമ്പോൾ അവൻ നേരി എത്രമാത്രം ആവശ്യമില്ലാത്ത ഇടങ്ങളിൽ പോകുവോ, ആവശ്യമില്ലാത്ത സംസാരങ്ങൾ ഏർപ്പെടുവോ, ആരെക്കുറിച്ചും ഒരു കുറ്റോ ഒന്നും പറയും എന്തുമാത്രം അവൻ സ്വന്തം സഹോദരി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് കാണും. ദൈവവചനത്തിന്റെ നിവർത്തീകരണത്തിന് വേണ്ടി എത്രമാത്രം അവൻ സ്വന്തം, ഒരുപക്ഷെ അവരെ പരിഹസിച്ചവർ കാണാം, ദുഷിച്ചവർ കാണാം, ഒന്നിനും മറുപടി പറയാൻ പോകാതെ അവൻ, കാരണം ഇത് യോസഫ് പറഞ്ഞിട്ട് രഹസ്യത്തിലാണ് അവളെ ഉപേക്ഷിക്കാൻ വേണ്ടി ഭാവിക്കുന്നത്. അപ്പൊ കേട്ടു സംഭവം കേട്ടു. അവൻ പലയിടത്ത് പറഞ്ഞു കേട്ടു. ഗർഭിണിയായിരിക്കും തീർച്ചയായിട്ടും അറിയും, അവൻ വീട്ടുകാരറിയും, നാട്ടുകാരറിയും, പറഞ്ഞു കേട്ടു. എങ്ങും അവളെ തന്നെ ഡിഫെൻഡ് ചെയ്യാൻ പോയില്ല. അവൾ ആ വചനത്തിൽ ഏൽപ്പിച്ചു കൊടുത്തു. നിന്ന വന്നപ്പോഴും കഷ്ടം വന്നപ്പോഴും അങ്ങനെ തന്നെ ആകട്ടെ കർത്താവേ, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് വചനത്തിനകത്ത് നടക്കാൻ അവളെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ദൈവത്തിൻ്റെതായി അവൾ ആരാണെന്ന് തെളിയിക്കേണ്ട വിഷയം, ദൈവത്തിൻ്റെതായി അവളുടെ ഭാവി ഉറപ്പാക്കേണ്ടുന്ന വിഷയം, ദൈവത്തിൻ്റെതായി അവളെ താങ്ങേണ്ടുന്ന വിഷയം. ഇന്ന് പകൽക്കാലം ഓർക്കണം, നിന്റെ മേൽ ദൈവത്തിന്റെ കൃപ വരുമ്പോൾ ഒന്ന് നിന്റെ ജീവിതമേ മാറും, നിന്റെ കുടുംബജീവിതമേ മാറും. നിന്റെ ഭർത്താവിനും പകരം നീ ഒന്നും തെളിയിക്കാനായിട്ടില്ല, നീ ഒന്നും ആർഗ്യൂ ചെയ്യാൻ പോകേണ്ട കാര്യമേ ഇല്ല. നീ ആ കൃപയ്ക്കുള്ളിൽ നിന്നെ തന്നെ വിശുദ്ധയാക്കി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ സംസാരിക്കേണ്ടവനോട് ആര് സംസാരിക്കണം അറിയാം? ദൈവം തന്നെ സംസാരിക്കും. ചെയ്യേണ്ടവനെ കൊണ്ട് ചെയ്യിക്കേണ്ടത് ദൈവം തന്നെ ചെയ്യിക്കും. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് മദേഴ്സ് ഡേ പറയുന്ന വചനം നോക്കൂ, മറിയെ നീ കണ്ടുപിടിക്കാൻ നല്ല അമ്മയൊന്ന് നോക്ക്. ദൈവ ഇഷ്ടത്തിന് വേണ്ടി അവളെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ആ വചനത്തിന് കീഴിൽ അവളെ താഴ്ത്തി, ആ കൃപയ്ക്ക് കീഴിൽ അവരെ തന്നെ താഴ്ത്തി വിശുദ്ധീകരണത്തിനായി അവളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവളുടെ ഭർത്താവിനോട് പറയേണ്ടതൊക്കെയും പറയുന്ന ഒരു ദൈവം, അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതൊക്കെയും ചെയ്യിപ്പിക്കുന്ന ഒരു ദൈവം. ഇന്ന് പകൽക്കാലം പലപ്പോഴും കുടുംബജീവിതങ്ങളിൽ അമ്മമാർ സഹിക്കുന്ന കഷ്ടം എന്ന് പറയുന്ന ഭർത്താക്കന്മാർ ഇതൊന്നും കാണുന്നില്ലോ, അവർ കാണുന്നില്ലയോ കേൾക്കുന്നില്ലയോ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ നിരാശപ്പെടുമ്പോൾ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ പറയാ, മകളെ നീ ആ കൃപ ഏറ്റെടുത്ത് ദൈവത്തിന്റെ കൈക്കീഴിൽ, ബലമുള്ള കൈക്കീഴിൽ നീ താണിരുന്ന് വിശുദ്ധിക്കായി നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിന്റെ ഭർത്താവിനോട് ഇടപെടണമെങ്കിൽ ദൈവം നിന്റെ ഭർത്താവിനോടും, നിന്റെ മക്കളോട് ഇടപെടണം, ദൈവം നിന്റെ മക്കളോട് ഇടപെടും എന്നുള്ള സത്യം നീ മനസ്സിലാക്കണം. Next, grace helps you to walk in a kind of holiness that anoints you with the Holy Spirit. That as the angel Gabriel said to Mary that the Holy Spirit would be upon her during this time. That is grace. If she's receiving unmerited favor, it's not because she's worthy, but she's receiving the grace to become a host to the Holy Spirit working in her. We see that because of that anointing, she was able to fill the people that she met and greeted with the Holy Spirit's anointing. As we can see, when she greeted Elizabeth, who was pregnant who would become John the Baptist, the baby leapt in her womb and Elizabeth was filled with the Holy Spirit. പ്രിയമുള്ളവരെ, ദൈവകൃപയിലേക്ക് നിന്നെ തന്നെ താഴ്ത്തി ദൈവവചനത്തിന്റെ ഇഷ്ടം ചെയ്യാൻ നിന്നെ തന്നെ ഏൽപ്പിക്കുമ്പോൾ, അതായത് ദൈവത്തിന്റെ വിശുദ്ധിയിലേക്ക് നീ തന്നെ വരുമ്പോൾ നിന്റെ മേലേക്ക് ദൈവം പകരുന്ന ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവ്. നമുക്ക് പരിശുദ്ധാത്മാവില്ലാതെ മറിയത്തിന് ഒന്നും ചെയ്യാൻ കഴിയായിരുന്നില്ല. പരിശുദ്ധാത്മാവില്ലാതെ കൃപയെ പുറത്തു കൊണ്ടുവരുവാൻ ഒരിക്കലും കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് ആ കൃപ ലഭിച്ചവളെ എന്ന് പറയാൻ കാരണം അവൾ ഒരിക്കലും ദൈവത്തിന്റെ മാതാവല്ല, ഒരിക്കലും ദൈവത്തിന്റെ അമ്മയാകാൻ അവൾക്ക് കഴിയില്ല. അവൻ സ്വന്തം പരിശുദ്ധാത്മാവിനെ പ്രസവിച്ചത് ആരല്ല? മറിയല്ല. ദൈവം എന്ന് പറയുമ്പോൾ അവൻ യുണീക്കാണ്, അവർ ഒന്നാണ്, ത്രിയേക ദൈവമാണ്. അവൻ സ്വന്തം ചെയ്യുന്നു. പുത്രനാകുന്ന ആളത്വത്തെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ ഒരു ചാനലായിട്ട് ദൈവം ഉപയോഗിച്ചു എന്ന് മാത്രമാണ്. അതിനാൽ കൃപ കൊടുത്ത് അവളെ പരിശുദ്ധാത്മാവിനാണ് നിറച്ചവർക്ക് അവളുടെ മേലെ ദൈവീഷ്ടം ചെയ്യാൻ കൃപയ്ക്കുള്ളിൽ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അവളുടെ മേൽ താമസിച്ചൊരു കാര്യമാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് പുത്രൻ അവളുടെ ഉള്ളത്ത് ഉരുവാകുവാൻ തക്കുള്ള സാന്നിധ്യം പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമ്മളെയും ശുദ്ധീകരിക്കുന്നത്. ദൈവകൃപയുടെ ശുശ്രൂഷകൾ ചെയ്യാൻ തക്കവണ്ണം നമ്മൾ അവിശ്വസ്തരായിരിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിനെ കൊണ്ട് അങ്ങ് പൊതിഞ്ഞിട്ട് നമ്മെ, നമ്മുടെ നാവിനെ, നമ്മുടെ കരങ്ങളെ, നമ്മുടെ ചിന്താമണ്ഡലങ്ങൾ എടുത്ത് ഉപയോഗിക്കുന്നത് ആ പരിശുദ്ധാത്മാവ് അവളുടെ മേൽ പൊഴിഞ്ഞിരുന്നു. അവളുടെ മേൽ വന്നിട്ട് അവളുടെ ഉദരത്തിന് ഒരു കുഞ്ഞു രൂപപ്പെടുവാനിടയായി. ആ പരിശുദ്ധാത്മാവ് പിന്നെ അവളെ നയിക്കുന്നത്. ആ പ്രഗ്നൻസി തീരുന്നത് വരെ, കുഞ്ഞ് പുറത്തു വരുന്നവരെ ഹോളി സ്പിരിറ്റിലാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഉടമനക സ്വതര പുറത്തുപോയി ആരെങ്കിലും അവർ ദൈവ ഇഷ്ടത്തിനും
ദൈവകൃപയ്ക്കും ആ കൃപയാൽ വിശുദ്ധിയിലേക്കും ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിന്റെ മേൽ ഇറങ്ങി വരുന്ന ഒരു പവറാണ്, ദൈവശക്തിയാണ്, ഹോളി സ്പിരിറ്റ് ഇറങ്ങി വന്നിട്ട് അവൾ സംസാരിക്കും. നമുക്കറിയാം, അവളുടെ കസിന്റെ വീട്ടിലേക്ക് പോകുക, എലിസബത്തിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ചെന്നിട്ട് അവൻ എലിസബത്തിനെ അവൻ സ്വന്തം ഗുഡ് ഈവനിങ്ങോ ഗുഡ് മോർണിംഗ് എന്തോ എപ്പോഴും അവിടെ ചെന്നെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ബൈബിൾ പറയാം, അവിടെ ശബ്ദം കേട്ടപ്പോൾ ഉടയാ പ്രധാന മനകസ്യ അവൻ ഗർഭിണിയായിരുന്ന എലിസബത്തിന്റെ ഉള്ളത്തിൽ ഉണ്ടായിരുന്ന അവൻ സ്വന്തം പിള്ള ആ യോഹന്നാൻ സ്നാപകൻ ആത്മാവിനാൽ നിറഞ്ഞു എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അവളും ആത്മാവിൽ നിറഞ്ഞു, എലിസബത്ത് പാടാൻ തുടങ്ങി. നോക്കണം, ദൈവ പൈതലെ കൃപ ലഭിച്ചു വിശുദ്ധിയിലേക്ക്. എന്താണ് ദൈവവചനം, ദൈവ ഇഷ്ടം ചെയ്യാൻ നീ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിന്റെ മേലെ കയറ്റുന്ന ഒരു പവറാണ് പരിശുദ്ധാത്മാവ്. നിന്നെ ഹോളിനെസ്സിലും വിശുദ്ധിയിലും നടത്താൻ നിന്നെ തുണയ്ക്കുന്ന പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ടുണ്ടെങ്കിൽ വലിയ കൊതി നമ്മൾ ഉണ്ടാകട്ടെ ആത്മസാന്നിധ്യത്തിന് വേണ്ടി. Next, grace is what allows you to be called blessed. Elizabeth calls Mary blessed. Mary says later in her song that the rest of the world, her society is knowing her, it will know her as blessed. Blessed is not just a title that's reserved to Mary, the mother of Jesus. You and I can be called blessed when we receive this grace and walk in this grace and perfect holiness by this grace. I don't have enough time to analyze her whole song, but if you look at Luke chapter 1 verse 47 to 49, my soul magnifies the Lord. This is Mary singing this. And my spirit rejoices in God my Savior, for he has looked on the humble estate of his servant, showing that she was in a humble estate, in an unworthy estate. Nothing of holiness and grace is inherent of her. And it says, for behold, from now on, ever since she was blessed with this grace that anointed her, from now on, all generations will call me blessed. For he who is mighty, she's not the one who is mighty, she's not the one who has the power and the holiness. She will be called blessed by all generations because of he who is mighty and has done great things for me. Holy is his name. അമ്മേൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ദൈവ കൃപയിലേക്ക് നീ നിറഞ്ഞ് ആ കൃപയാൽ ദൈവ ഇഷ്ടത്തിനകത്ത് വിശുദ്ധിയിൽ നിന്നെ കാക്കുമ്പോൾ നിനക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് ഭാഗ്യാവസ്ഥ. നിന്നെ ഭാഗ്യവാൻ, ഭാഗ്യവതി എന്ന് അവൻ സ്വന്തം വിളിക്കപ്പെടുവാനിടയായി തീരും. നോക്കൂ, അവിടെ വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം അവൻ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. നോക്കൂ, ആത്മാവിനാൽ നിറയപ്പെട്ട് അവൻ സ്വന്തം ചെയ്യുന്നു. എലിസബത്തും അതിനെ കുറിച്ച് പാടുന്നുണ്ട്. ഇനി മറിയ തന്നെ കുറിച്ച് ആത്മാവില് എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ എന്ത് ചെയ്യുന്നു? സന്തോഷിക്കുന്നു. അവളുടെ സ്പിരിറ്റ് തന്നെ ഹോളി സ്പിരിറ്റ് നിറഞ്ഞിട്ട് ഒക്കെ നോക്കട്ടെ എന്റെ അപ്പം അവൾക്കും ആര് വേണം? സാൽവേഷൻ വേണം. നിങ്ങൾ ശ്രദ്ധിക്കണം. പരിശുദ്ധി എന്ന് വിളിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ട്? രക്ഷ ആവശ്യമുള്ളവളായിരുന്നു ആര്? മറിയം. എന്റെ ആത്മാവ്, എന്റെ സോള്, എന്റെ സേവ്യറായ ദൈവത്തിൽ റിജോയ്സ് ചെയ്യുന്നു. നോക്കൂ, സാൽവേഷൻ, സേവ്യർ, അവൾ പറയാ രക്ഷിതാവായ ദൈവത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഉല്ലസിക്കുന്നു. അതുകൊണ്ടാണ് അവൾ പരിശുദ്ധയല്ലാത്തത്, അതുകൊണ്ടാണ് അവൾ ദൈവമാതാവ് അല്ലാത്തത്. കാരണം അവൾക്കും സാൽവേഷന് ആവശ്യമായിരുന്നു. രക്ഷിതാവായ ദൈവത്തിൽ സന്തോഷിക്കുന്നു. അടുത്ത് പറയുന്നു, അവൻ തന്റെ ദാസിയുടെ താഴ്ച. അപ്പോൾ താഴ്ചയുള്ളവനായിരുന്നു ആര്? അവൻ സ്വന്തം മറിയമെന്ന് വ്യക്തമായി താൻ തന്നെ പറയുന്നു. അവൻ കടാക്ഷിച്ചു, അതുകൊണ്ട് ആ കൃപ ലഭിച്ചു. കൃപ ലഭിച്ചുകൊണ്ട് ദൈവം സ്ഥിതിയെ മാറ്റി. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. അവൻ ഇന്ന് ഭാഗ്യവതി എന്ന് ലോകം പറയുന്നത് വിഷമിക്കൊന്നും വേണ്ട. കാരണം ഷീ ഡിസേർവ്സ് ഇറ്റ്. അവൻ എന്തുകൊണ്ടാ? കൃപ കിട്ടിയത് കൊണ്ട്. കൃപ കിട്ടുമ്പോൾ ലോകം നിന്നെ പറയും ബ്ലസ്ഡ് ഷീ, ബ്ലസ്ഡ് ഷീ. അത് വഴിവിട്ട് ചില ചിന്തിക്കുന്നേ ഉള്ളൂ. അല്ലാതെ ലോകമെല്ലാം പറയുന്നത് നമ്മളും ഏറ്റവും ആഴത്തിൽ പറയുന്നവരാണ്. എന്തൊരു ഭാഗ്യമായത്, എന്തൊരു ഭാഗ്യമാ കൃപയുടെ മൂർത്തിഭാഗമാകുന്ന ക്രിസ്തുവിനെ താണഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത്. എന്തൊരു ഭാഗ്യമാ. അവൾ കൃപ ലഭിക്കുക മാത്രമല്ല, കൃപയെ അവൾ ലോകത്തിലേക്ക് കൊണ്ടുവരുവാനും ഇടയായി. വാട്ട് എ ബ്ലെസ്ഡ് സ്റ്റേറ്റ് ദിസ്. Next, we see that I'm just reading them out at this point. Next is grace. Mary received the grace to treasure and store the work of God in her heart, to treasure and store the words of God through others that she heard, not just to hear it from one ear and let it go out the other. She stored these things in her heart to understand the work of God. പ്രിയമുള്ളവരെ, അടുത്തതായി കൃപ ലഭിക്കുമ്പോൾ വിശുദ്ധിയിൽ നിന്ന് നടക്കുമെന്ന് മാത്രമല്ല, ദൈവ ഇഷ്ടം ചെയ്ത് വിശുദ്ധിയിൽ നടക്കുമെന്ന് മാത്രമല്ല, ലോകം പരിശുദ്ധമാണെന്ന് നിന്ന് നിറയ്ക്കുമെന്ന് മാത്രമല്ല, സ്വന്തം ലോകം തന്നെ ഭാഗ്യവതി എന്ന് പറയുമെന്ന് മാത്രമല്ല, സ്വന്തം ചെയ്യുന്നു. കേൾക്കുന്നതൊക്കെയും സംഗ്രഹിക്കാൻ ഒരു കൃപ.
തരും. നമ്മൾ എത്രയോ വചനം കേൾക്കുന്നുണ്ട്. ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ മറിയും. അമൻ അവിടെ വന്ന് അമൻ സ്വതന്ത്രം ചെയ്യുന്ന ഇടയന്മാർ വന്ന് പറയുന്ന വാക്കുകള് അവൻ സ്വന്തം ചെയ്യുന്നു. പിന്നീട് 1-2 വർഷം കഴിഞ്ഞിട്ട് അവൻ ആ മാജൈസ് വന്നിട്ട് അവൻ ആ പ്രിൻസസ് വന്നിട്ട് പറയുന്ന വാക്കുകളെല്ലാം അവിടെ ഉള്ളത്തില് അവൻ സംഗ്രഹിച്ചു. അവള് ദേവാലയത്തില് കുഞ്ഞിനെ പ്രതിഷ്ഠിക്കാൻ പോകുമ്പോൾ ഹന്നയും ശിമോനും പറയുന്ന വാക്കുകൾ അവിടെ ഉള്ളത്തില് സംഗ്രഹിച്ചു. കേൾക്കുന്ന വചനം സംഗ്രഹിക്കുവാൻ, അത് ഉള്ളത്തിൽ കാക്കുവാൻ, ആ പ്രോമിസിനെ മുറുകെ പിടിപ്പാൻ, അതിനെ ധ്യാനിപ്പാൻ, ഓർക്കുവാനുള്ള കൃപ ലഭിച്ചാൽ നിനക്കുണ്ടാകും. Period of insulation as she was carrying the embodiment of grace. After that, after she had given birth to Christ, we see that there were moments in her life where there were weaknesses, showing that she was not, God-like holiness was not her, thing 24/7. After she had finished that period of carrying Christ, we see that she had weaknesses, such as losing track of the embodiment of grace. Jesus was left at the temple, and Joseph and Mary did not realize until they had gone out on the journey. They had to travel back 3 days to find the embodiment of grace again. And there we see that the embodiment of grace, Jesus, was in his Father's house doing the work of his Father, doing the will of his Father. So grace reminds you once again of what grace's calling is, which transcends perhaps what Mary's wisdom, what Mary's understanding was of it at the time. പ്രിയമുള്ളവരെ, ഒരു കാര്യം നമ്മൾ ഗ്രഹിക്കണം. പിന്നീട് യേശുവിനെ കൃപ പ്രാപിച്ച് ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്ന ശേഷം എന്നും അവൾ കൃപ നിറഞ്ഞവളല്ലായതെന്ന് കാണാൻ ജീവിതം ഒന്ന് നോക്കിയാൽ മതി. എന്നും കൃപ നിറഞ്ഞവളായിരുന്നില്ല. കാരണം നിങ്ങൾ കാണുമ്പോൾ പുത്രനെ കൊണ്ടുവന്നു ശേഷം ബൈബിൾ പഠിപ്പിക്കുമ്പോൾ അതുവരെ യേശു ജനിക്കുന്നവരെ യോസഫ് മറിയത്തെ അറിഞ്ഞില്ല. പിന്നെ റെഗുലർ ഫാമിലി ലൈഫിലേക്ക് പോയതിന് പ്യൂർ എവിഡൻസ് അവിടെയാണ്. സ്വന്തം ചെയ്യുന്നു. സ്വന്തം കുഞ്ഞുങ്ങൾ ഉണ്ടായില്ല എന്നുള്ള എവിഡൻസിനേക്കാൾ കൂടുതൽ എവിഡൻസ് ആണ് കുഞ്ഞുങ്ങൾ ഉണ്ടായി എന്നതിന് സ്വന്തം ചെയ്യുന്നു. കാരണം ബൈബിൾ പറയുന്നു ഫസ്റ്റ് ബോണിനെ കൊണ്ടുവന്നു, ആദ്യജാതനെ. 2, അവളെ പരിഗ്രഹിച്ചില്ല. കൺസ്യൂമേഷൻ ഓഫ് മാരേജ് നടന്നില്ല. അതിനുശേഷം കൺസ്യൂമേഷൻ ഓഫ് മാരേജ് നടന്നു നമ്മൾ കാണുന്നു. അല്ല, നിത്യവും കൃപ ലഭിച്ചവളായി പാർത്തിരുന്നില്ല എന്ന് ബൈബിൾ തെളിവുണ്ട്. എങ്ങനെ അറിയാം? കാരണം കൃപയെ ഭൂമിയിൽ കൊണ്ടുവന്ന ശേഷം ഏകദേശം 12 വയസ്സുള്ളപ്പോൾ കൃപയുമായിട്ട് എവിടെ വരികയാ? ആലയത്തിൽ ആരാധനയ്ക്ക് വരികയാ. കൃപ എവിടെയാ? ദൈവത്തിന്റെ ആലയത്തിൽ തന്നെ കൃപ നിന്ന് വചനത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൃപയെ കൊണ്ടുവരുവാൻ മുഖാന്തരമായ സ്വന്തം ചെയ്യുന്നു. അമ്മ അറിഞ്ഞില്ല, നടന്നുപോയി, കൃപയെ മറന്നുപോയി. ആരാണ് എംബോഡിമെന്റ് ഓഫ് ഗ്രേസ്? ഇസ് ക്രൈസ്റ്റ്. ക്രൈസ്റ്റ്, മോനായ ക്രൈസ്റ്റ്. അപ്പൊ എന്റെ അർത്ഥം ഒരു കാര്യം, 12 വയസ്സാകും മറ്റു കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം. അമ്മയ്ക്ക് ഒറ്റ മോനെ ഉള്ളായിരുന്നെങ്കിൽ കുഞ്ഞിനെ മറക്കു വെച്ച ഒറ്റ മോനുണ്ടെങ്കിൽ ഒരിക്കലും അല്ലേ? ബാക്കി പിള്ളേരും എല്ലാം കൂടെ പോയി 12 വയസ്സല്ലേ, മറ്റേ പ്രായം അവനെ കൂടെ കാണുമെന്ന് വിചാരിച്ചു. സ്വന്തം ബാക്കി ഒറ്റ മോനെ ഉള്ളെങ്കിൽ എപ്പോഴും കുഞ്ഞിനെ എപ്പോഴും ശ്രദ്ധിക്കും അല്ലേ? സ്വന്തം ചെയ്യുന്നു. ഇവര് നടന്നുപോയി. എന്നിട്ട് ഒരു ദിവസം കഴിഞ്ഞു പിന്നെ നോക്കുന്നത് എന്ത് യേശു. അപ്പൊ കൃപ നിറഞ്ഞവളായിരുന്നില്ല മറിയം. എപ്പോഴും സ്വന്തം കൃപയെ കൊണ്ടുവന്നു. പരിശുദ്ധാത്മാ പൊതിഞ്ഞിരുന്നപ്പോൾ കൃപ പ്രാപിച്ചു കൊണ്ടുവന്നെങ്കിൽ നമ്മെ പോലെ സാധാ മറവിയുള്ള ഒരു സഹോദരിയായിരുന്നുവെന്ന് കാണാൻ കഴിയും. പിന്നെ 2 ദിവസം വഴി നടക്കേണ്ടി വന്ന് തിരിച്ചു വരാൻ നീ എന്തോ ഈ കാണിച്ചത്? കൃപയോട് ചോദിക്കുക, നീ എന്തോ അറിയത്തില്ലയോ? നീ എന്തായി കാണിച്ചത്? വളരെ യേശു, നിങ്ങൾക്കറിയില്ലയോ ഞാൻ എന്റെ പിതാവിന്റെ? ശ്രദ്ധിക്കണം. ഇതൊക്കെയാ വചനം വായിച്ചാൽ തിരിച്ചറിവെന്നൊരു കാര്യം. തിരിച്ചറിവില്ലാതെ ഒത്തിരി എണ്ണം. യേശുവിന് നിന്റെ സപ്പോർട്ട് വേണ്ട. യേശുവിന്റെ ദൈവത്വത്തിലേക്ക് ചേർത്തില്ലേ? ചില സ്വന്തം ചെയ്യുന്നു സഭാപിതാക്കന്മാർ യേശുവിന്റെ ദൈവത്വത്തെ സ്ഥാപിക്കാൻ ഈ തലകുത്തി കിടന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ഈ കാര്യങ്ങളൊക്കെ വിളിച്ചവർ ചില സഭാപിതാക്കന്മാർ പറഞ്ഞത് അതിനെ എല്ലാവരും ഏറ്റുപാടി. എന്തോ അവരുടെ പ്രൂഫ് ഇനി യേശു ദൈവമാണെന്ന് തെളിയിക്കണം. അപ്പൊ അമ്മയ്ക്ക് നല്ലൊരു സ്ഥാനം കൊടുത്തില്ല, അത് പ്രശ്നമാണ്. ഇവരെന്തിനാ യേശുവിന്റെ സ്ഥാനം കൊടുക്കാനായിട്ട്? ദൈവമാ തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് സഭാപിതാക്കന്മാർ ചിലർ ഉണ്ടാക്കിയ സ്വന്തം പല കാര്യങ്ങൾ യേശുവിന്റെ അമ്മ, ദൈവത്തിന്റെ അമ്മ എന്നുള്ളൊരു കാര്യം സ്വന്തം വരാൻ തന്നെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് യേശുവിന്റെ ദൈവത്വം തെളിയിക്കാൻ വേണ്ടിയാ അവർ കൊണ്ടുവന്നൊരു ചിന്തയാണത്. ഇന്ന് പകൽക്കാലം
യു മനുഷ്യ, നിന്റെ സഹായമാണോ എന്റെ ദൈവത്തെ തെളിയിക്കാൻ? അതുകൊണ്ട് എന്ത് ചെയ്തു? പിൽക്കാലത്ത് അത് ഏറ്റുപിടിച്ച് ഒത്തിരി എണ്ണം അവൻ യേശുവിന് അമ്മയെ ഇമ്മാക്കുലായിട്ട് ഒരിക്കലും ഇതായത് സ്വർഗാരോഹണം ചെയ്യുന്നവരെ കള്ളം പറഞ്ഞു വരുത്തി അവൻ യേശുവിന്റെ അമ്മ അവൻ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ആയതിൽ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിച്ചു വേണം. അമ്മയെ നമ്മൾ ബഹുമാനിക്കുന്നു. അമ്മയെ കുറിച്ച് പറയുമ്പോൾ ഓർപ്പിക്കാതിരിക്കാൻ നിവർത്തിയില്ല. യേശുവിന്റെ അമ്മയെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ യോഹന്നാനാണ് അമ്മയെ കുറിച്ചെല്ലാം പറയേണ്ടത്. കാരണം ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിൾ പുത്രന ദൈവമാണ്, സാക്ഷാൽ ദൈവമായി കാണുന്ന ദൈവമാണ് അമ്മയെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് പോയി. Next, we see that Mary was given the grace to inquire and discern others' needs and bring them to the embodiment of grace to have their needs met. She couldn't meet them on her own. She led them to Christ. It's not that she was the one, Mary is the only person who can lead people to Christ. It is you and I, when we receive that grace, it's evident in us in holiness that we bring other needs, bring people, bring even our own needs to Christ. ഇന്ന് അമ്മമാരുടെ ദിനമാവുമ്പോൾ അമ്മമാരെ ഒന്ന് ശ്രദ്ധിക്കണമേ. യേശുവിന്റെ അമ്മയായ മറിയത്തിലേക്ക് നോക്കൂ. അത് പഠിപ്പിക്കുമ്പോൾ ചില സത്യങ്ങൾ കൂടെ അത് വിളിച്ചു പറയുന്നു. നോക്കൂ, കൃപ നിറഞ്ഞവളായിരുന്നെങ്കിൽ ആ കാനയിലെ കല്യാണത്തിന് പുള്ളിക്കാരിക്ക് പരിഹാരം വരുത്തിയ പറയുന്നു, പരിഹാരം വരുത്തിയാൽ മതിയായിരുന്നു. കൃപ നിറഞ്ഞവള. പക്ഷേ ആ അമ്മയ്ക്ക് എന്ത് വേണമായിരുന്നു? കൃപയുടെ അടുത്തേക്ക് വിഷയം കൊണ്ടുവന്നതായിരുന്നു. കൃപ പ്രാപിക്കുമ്പോൾ ഒരു വലിയ അടയാളമാണ്. ഈ ഭൂമിയിൽ അമ്മമാരെ, നിങ്ങൾ എത്ര അവൻ നല്ലവരായിരുന്നാലും അവൻ സ്വന്തം നിങ്ങളുടെ ഒരു ദൗത്യമാണ്. ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ആ തകർച്ചകളെ അറിഞ്ഞിട്ട് അങ്ങേയും പറയാതെ ആ തകർച്ച കൃപയുടെ അടുത്ത് ആരാ? സാക്ഷാൽ ദൈവത്തിനടുത്ത് കൊണ്ടുവരിക. അത് അമ്മ ചെയ്തോളൂ. അവൻ ആ കൃപ കൊണ്ടുവരാൻ ആ മനസ്സുകൾ കാണിച്ചു. കൊണ്ടുവരുമ്പോൾ കൃപ ചോദിക്കുക, അവൻ why are you involving me in this? ആ സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് കാര്യം? എന്തിനാണ് അത് പറഞ്ഞു പോകുന്നത്? In relation to that, she received the grace to understand and trust the embodiment of grace's timing and sovereignty. നോക്കണം, അവൾക്ക് കൃപയെ ഗ്രഹിപ്പാൻ ഇടയായി. ദൈവത്തിന്റെ കൃപയ്ക്ക് ടൈമിംഗ് ഉണ്ട്. അത് അമ്മ പറയുന്നതനുസരിച്ചോ അല്ലെങ്കിൽ ലോകത്തിൽ വേറൊരുത്തും പറയുന്നതനുസരിച്ചല്ല. അവൻ തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് അവൻ സ്വന്തം ചെയ്യുന്നു. അപ്പോൾ കൃപ അവൾ ഏറ്റെടുത്തത് കൊണ്ട്, കൃപ ലഭിച്ചുകൊണ്ടൊരു ഗുണം അവൻ പ്രശ്നങ്ങൾ കൃപയുടെ അടുക്കൽ എത്തിക്കാൻ ഒരു വ്യക്തിക്ക്. And in further relation to that, she had the grace to instruct others to perfect holiness by yielding to the embodiment of grace's will. ശ്രദ്ധിക്കണം, എന്നിട്ട് കൃപ പ്രാപിച്ചവളായതുകൊണ്ട് എന്റെ അടുക്കവ ഞാൻ സഹായിക്കാനല്ലെന്ന് പറയുന്നത്. കൃപ എന്തെങ്കിലും പറഞ്ഞാൽ അത് ശ്രദ്ധിക്കുക, വചനം എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യുക. അതാ കൃപ പ്രാപിക്കുന്ന ഒരു വ്യക്തി വചനത്തിലേക്ക്, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നതിലേക്ക് നയിക്കാൻ, വിശുദ്ധിയിലേക്ക് നയിക്കാൻ ഡയറക്റ്റ് ചെയ്യും. അതാ യേശുവിന്റെ അമ്മ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മള് യേശുവിന്റെ അമ്മയോട് പ്രാർത്ഥിക്കാത്തത്. കാരണം യേശുവിന്റെ അമ്മ ഈ താണഭൂമിയിലായിരുന്നപ്പോൾ തന്നെ അത് വ്യക്തമായി നമുക്ക് കാണിച്ചു തന്നു. ആ പുത്രൻ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ തന്നെ അവൻ തന്റെ ലിമിറ്റ്സ് എന്താണെന്ന് വചനം വെളിപ്പെടുത്തി. പക്ഷെ അവൾക്കൊരു കാര്യം, കൃപയുടെ ഉള്ളിൽ മറുപടി ഉണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് അവൾ ആ വേലക്കാട് പറഞ്ഞു, കൃപ നിങ്ങളോട് നിങ്ങൾ പറഞ്ഞാൽ, അവൻ നിങ്ങളോട് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ അതുപോലെ ചെയ്യുവിൻ. കൃപ പ്രാപിച്ച ഒരു ഗുണം വഴി വിട്ട് വചനം പഠിപ്പിക്കത്തില്ല, വചനത്തെ ശ്രദ്ധിക്കാൻ പഠിപ്പിക്കും. ഇന്ന് പകൽക്കാലം അത് കൃപ പ്രാപിച്ചാൽ ഒരു ഗുണം വചനത്തിൽ നിൽക്കും, മറ്റുള്ളവരെ വചനം പഠിപ്പിക്കാൻ സാധിക്കും. She received grace to remain faithful even in the midst of pain, even when hope seemed to be lost, when Christ had to pay the price of the sins of humanity on the cross, just like how Simon prophesied the Holy Spirit when Mary took Jesus to be presented at the temple. He said, a sword will pierce your soul. She was there and present when her son, who the embodiment of grace, who God chose her womb to grow, when she saw her son dying on the cross, God ensured that the blessed one, Mary, is called blessed by the generations, right? God ensured that the one who yielded to his will and yielded and remained in his grace was taken care of, as Dad mentioned through John. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണമേ, അവൻ സ്വന്തം കൃപ പ്രാപിച്ചുകൊണ്ട് ജീവിതം പട്ടമത്തെ ആകണമെന്നില്ല. അവൻ യേശുവിനെ കൊണ്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ആത്മാവിൽ നിറഞ്ഞു ശിമോൻ പാടി, നിന്റെ പ്രാണനിൽ കൂടി ഒരു വാൾ കടക്കും. കൃപ പ്രാപിച്ചുകൊണ്ട് പട്ടുമത്തെ യേശുവിനെ കൃപയെ കൊണ്ടുവന്നുകൊണ്ട് എന്റെ ജീവിതം ഭാഗ്യവതിയ ഭാഗ്യം. അവിടെ പ്രാണനിൽ കൂടി ഒരു വാള് കടന്നുപോയി. തന്റെ അവൻ സ്വന്തം ചോരയിൽ ജനിച്ച താൻ അവൻ സ്വന്തം 9 മാസം ചുമ്മി താണഭൂമിയിലേക്ക് നൊന്ത് പ്രസവിച്ച അവൻ സ്വന്തം കൃപയുടെ മൂർത്തിഭാവമാകുന്ന ക്രിസ്തുവിനെ അവൻ കാൽവരി കുലമരത്തിൽ പീഡിപ്പിച്ചുയർത്തുമ്പോൾ അവരുടെ ചങ്കു പിടഞ്ഞു.
അവളുടെ കണ്ണുകൾ തറഞ്ഞു. അവൾ കരഞ്ഞുകൊണ്ട് അലറി കരയുമ്പോൾ കൽവറി കുരിശുമരത്തിൽ നമ്മൾ കേട്ട ആ മൂർത്തിഭാവം, കൃപയുടെ മൂർത്തിഭാവം, എന്റെ അടിയും എന്റെ ശിക്ഷയും എല്ലാം ദൈവം തന്റെ മേൽ കണക്കിട്ട ആ മൂർത്തിഭാവം അവിടെ വേദനയിൽ പിടഞ്ഞു കിടക്കുമ്പോൾ കൃപയാൽ നിറഞ്ഞ് തന്നെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് തന്നെ ആ വേദനയിൽ താണുവന്ന് അന്നേരവും വേദനയോടെ കുരിശു ചുട്ടു നിൽക്കുന്ന അവൻ സ്വന്തം ചെയ്യുന്നു. കൃപ ലഭിച്ച തന്റെ അമ്മയെ മറന്നുപോയില്ല. അവൻ സ്വന്തം പറയുക, അവൻ സ്വന്തം യോഹന്നാനെ അവൻ സ്വന്തം ചെയ്യുന്നു. ഇതാ നിന്റെ അമ്മ, സിയെ ഇതാ നിന്റെ മകൻ. തന്റെ അമ്മയുടെ കാര്യം ആ കൃപ അവൻ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ചെയ്തിട്ടാ പോയി, ഏൽപ്പിച്ചിട്ടാ പോയി. എന്ന് പകൽക്കാലം ഓർത്തോ, നീ കൃപയാൽ നിറഞ്ഞിട്ട് കൃപയാൽ വചനത്തിൽ നിന്ന് കൃപയാൽ നീ വിശുദ്ധിയിൽ നടക്കുമ്പോൾ നിന്റെ കാര്യങ്ങളെ നോക്കുന്ന ഒരു ദൈവമുണ്ട്. കഷ്ടമില്ലെന്നല്ല, പ്രാണയിൽ കൂടി വാള് കിടക്കുന്ന പോലെ അനുഭവങ്ങൾ വരുമെങ്കിലും നിന്റെ കാര്യങ്ങൾക്ക് അവൻ ബന്ധവസ്ഥ ചെയ്തതിന്റെ കാര്യങ്ങളെ ക്രമീകരിക്കുന്ന ഒരു കൃപയെ കുറിച്ചാണ് ഇന്ന് പകൽക്കാലം ഞാൻ ശ്രമിക്കുന്നത്. Mary received grace to know the need of her own need for the Holy Spirit's anointing in the name of Jesus Christ, in the name of the embodiment of grace. We just talked about how the Holy Spirit was with her during the time of her pregnancy with Jesus, so much so that when she greeted people, they were filled with an anointing and the power of the Holy Spirit. But even she knew that she needed the anointing and this portion of the Holy Spirit that was only accessible by Jesus' name after his death and resurrection. കാര്യം നല്ലവണ്ണം അറിയാമായിരുന്നു. കൃപയെ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി തന്റെ മേൽ അയക്കപ്പെട്ട ഒരു പരിശുദ്ധാത്മാവിന്റെ കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ കൃപ ഭൂമിയിലേക്ക് വന്ന ശേഷം ആ പരിശുദ്ധാത്മ സ്ഥാനത്തിൽ തന്നെ വിട്ടുപോയി. താൻ സാധാ ഒരു സ്ത്രീ, സാധാ ഒരു വ്യക്തിയായി മാറി. അതുകൊണ്ടാണ് ഈശോ മിശിഹ സ്വർഗ്ഗാരോഹണം ചെയ്യുമ്പോൾ പറഞ്ഞു, നിങ്ങൾ നഗരം വിട്ടു പോകാതെ എന്നോട് കേട്ട വാഗ്ദത്തത്തിന് വേണ്ടി എന്ത് ചെയ്യണം? കാത്തിരിക്കണം. ആ കൃപ ലഭിച്ചവൾക്ക് നല്ലവണ്ണം അറിയാം, എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം. കാരണം ശരിയാണ്, അവൻ ആ കൃപയെ ഗർഭം ധരിക്കുമ്പോൾ ആത്മനിറവിൽ ഗർഭം ധരിച്ചപ്പോൾ ആത്മനിറവിലാണ് അവൾ പോയി. അവൾ പറയുന്ന ശബ്ദം കേട്ട് എലിസബത്തും തന്റെ വയറ്റിലുള്ള പിള്ളയൊക്കെ തുള്ളിയെങ്കിലും അവൻ സ്വന്തം ചെയ്യുന്നു. വ്യക്തമായ തെളിവാണ്. രണ്ടാമതായി ഈശോനാഥൻ പറയുമ്പോൾ കൃപ നിറഞ്ഞവളായിരുന്നു, പിന്നെ പോയി കാത്തിരിക്കേണ്ട ആവശ്യം ഒരിക്കലുമില്ല. ശേഷം ശിഷ്യന്മാരോടുകൂടി 10 ദിവസം യേശുക്രിസ്തു സ്വർഗ്ഗാരോഹണം ചെയ്ത 40-ാം ദിവസം മുതൽ അവൻ പെന്തക്കോസ്ത് നാളാകുന്ന 50-ാം ദിവസം വരെ യേശുവിന്റെ അമ്മ മറിയയും തന്റെ മറ്റു മക്കളും യേശുവിന്റെ സഹോദരന്മാരും അവരെല്ലാവരും ചേർന്ന് 120 പേരടങ്ങുന്ന സംഘം ആ മാളിക മുറിയിൽ കാത്തിരുന്നു. പരിശുദ്ധാത്മാവേ വരണമേ, പുത്രൻ വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവേ വരണമേ, എന്റെ മേൽ ആവസിക്കണമേ എന്ന അമ്മ ഉൾപ്പെടെ യേശുവിന്റെ അമ്മയെ ശ്രദ്ധിക്കണം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന മാതാക്കന്മാരെ, യേശുവിന്റെ അമ്മ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് കൃപ ലഭിച്ച് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് സാക്ഷാൽ ദൈവമായിരുന്ന പുത്രനെ താണഭൂമിയിലേക്ക് കൊണ്ടുവന്ന യേശുവിന്റെ അമ്മ മറിയയ്ക്ക് ആത്മശക്തി വേണമായിരുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ഞങ്ങളെ ഫേസ്ബുക്ക് ലൈവിലൂടെ കാണുന്ന മാതാക്കന്മാരെ, അമ്മമാരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൃപയിൽ വളർത്താൻ, നിങ്ങളുടെ കുടുംബത്തിൽ ഫലമുള്ളവരായിരിക്കാൻ എന്തുമാത്രം പരിശുദ്ധ ആത്മശക്തി നിങ്ങൾക്ക് വേണം. യേശുവിന്റെ അമ്മ കാത്തിരുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നവരെ, ആത്മശക്തിക്ക് വേണ്ടി ഒരു കൊതി. ഇന്നലത്തെ അഭിഷേകം പോരാ, ഒരു ഇരട്ടി അഭിഷേകം. പാട്ടുപാടും അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കാൻ. എന്തിനാ? അന്ധകാര ശക്തി എന്നെ ഉടയ്ക്കാൻ, എന്റെ കുടുംബത്തെ തകർക്കാൻ, എന്റെ തലമുറയെ തകർക്കാൻ വാദിക്കുമ്പോൾ അമ്മമാരെ ഉണർന്ന് പ്രാർത്ഥിക്കാം. യേശുവിന്റെ അമ്മ മറിയ പോലെ എനിക്കും വേണമേ ആത്മശക്തി എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നത് പോലെ ഇന്ന് പകൽക്കാലം അതാ കൃപ ലഭിക്കുമ്പോൾ ദൈവസന്നിധിയും ആത്മസാന്നിധ്യവും നീ കൊതിക്കുവാനിടയായി. Mary received the grace to let the embodiment of grace and his work take center stage. After we see her caring for the Holy Spirit, we don't see much further mentions of her by the other apostles, especially John. If John was being caretaker to Mary, the mother of Jesus, then if her death and the rest of the things that she did and said and whatever was so important, then he would have written it down. He would have been present for Mary's death because he would have been a caretaker for her. But we see that Mary had the grace to let Jesus' work take center stage, not anything of her own. Not much more is said about her. She didn't try to capitalize on the fact that she was given the installation of the Holy Spirit to bring forth the embodiment of grace. She didn't try to get any kind of additional benefit or additional favor or recognition from the world from that. She was willing to be sidelined so that the embodiment of grace would take center stage, because she knew that it was in him. He was the God of her salvation.
കൃപ ലഭിക്കുമ്പോൾ നീ ചെയ്യുന്ന ഒരു കാര്യമാണ്, ദൈവപ്രവർത്തനത്തിന് വേണ്ടി നീ മാറിക്കൊടുക്കും. നോക്കൂ, യേശുവിന്റെ അമ്മ മറിയം യേശുവിനെ കൊണ്ടുവന്ന വ്യക്തിയാണ്. നോക്കൂ, അവിടെ കൂടി വന്നിരുന്ന എല്ലാവരും യേശു ദൈവമാണെന്ന് പറയുക. സത്യം പറഞ്ഞാൽ പുള്ളിക്കാരി പോയി ഞാൻ എന്റെ മോനാണ് എന്ന് പറഞ്ഞ അധികാരം ഏറ്റെടുക്കണ്ടല്ലേ. പുള്ളിക്കാരി പിന്നെ അപ്പോസ്തല പ്രവർത്തികളിൽ നിന്നും സ്ലീഹന്മാരുടെ ലേഖനങ്ങളിൽ നിന്നും യേശുവിന്റെ അമ്മയെ കുറിച്ച് അവർ പോയി പിടിച്ചെടുക്കുകയോ എന്റെ അവകാശം തരണമെന്ന് പറയുകയോ ഞാനാണ് വലുതെന്നോ അവരൊരിക്കലും അവകാശപ്പെട്ടില്ല. അടുത്തതായി നോക്കണം, ഏൽപ്പിച്ചു കൊടുത്തത് യോഹന്നാന്റെ കയ്യിലോട്ടാണ്. അങ്ങനെയാകുമ്പോൾ യോഹന്നാൻ എത്ര പുത്രനെ സാക്ഷാൽ ദൈവമാണെന്ന് വ്യക്തമായി വെളിപ്പെടുത്തുന്ന യോഹന്നാൻ അപ്പോസ്തലൻ. അവൻ സ്വന്തം ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, ആ വചനം ജഡമെടുത്തു പാർത്തു. ആ വചനമാണ് അവനോട് പറഞ്ഞത് എന്റെ അമ്മയെ നോക്കാൻ. അങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ അമ്മയുടെ ജീവിതത്തിൽ ഇൻവോൾവ് ആയത് യോഹന്നാനായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അവൻ യോഹന്നാൻ സുവിശേഷം എഴുതുമ്പോൾ, യോഹന്നാൻ പിന്നെ 3 ലേഖനങ്ങൾ എഴുതുമ്പോൾ, ഇനി വെളിപ്പാടുകൾ വന്നപ്പോൾ പറയേണ്ടതായിരുന്നു യേശുവിന്റെ അമ്മയുടെ ഇമാക്കുലേഷനെ കുറിച്ച്, അല്ലെങ്കിൽ അവരുടെ നിത്യ പരിശുദ്ധിയെ കുറിച്ചൊക്കെ പുള്ളി പറയേണ്ടതായിരുന്നു. നെവർ എവർ ഹി മെൻഷൻഡ്. പുള്ളി മാത്രമല്ല, അങ്ങനെയാണ് യാക്കോബ് പറയേണ്ടതായിരുന്നു. യാക്കോബിന്റെ അമ്മയല്ലേ മരി. അവൻ സ്വന്തം യാക്കോബ് മെൻഷൻ ചെയ്തില്ല. യൂദ പറയേണ്ടതല്ലയോ, യൂദ മെൻഷൻ ചെയ്തില്ല. അവൻ സ്വന്തം ചെയ്ത പ്രിയമുള്ളവരെ പത്രോസ് മെൻഷൻ ചെയ്തില്ല. ഹല്ലേലൂയ. അവൻ ആരും പൗലോസ് മെൻഷൻ ചെയ്തില്ല, ലൂക്കോസ് മെൻഷൻ ചെയ്തില്ല. അവൻ നിങ്ങൾ ഇന്നത്തെ ക്രിസ്തു മതങ്ങളിലുള്ളവര് പറയുന്നത് പോലെയാണ് യേശുവിന്റെ അമ്മയെങ്കിൽ സ്ലീഹന്മാർ അന്ന് ഫസ്റ്റ് സെഞ്ചുറിയാന്ന് ഓർക്കണം. പിന്നീടല്ല, വല്ലവനും വന്ന് ബോധോദയം ഉണ്ടായ പരിപാടിയല്ല ഇത്. അന്ന് ജീവിച്ചിരിക്കുന്നവർ എഴുതുന്നതാ യേശുവിന്റെ അമ്മ ഇങ്ങനെയായിരുന്നു, യേശുവിന്റെ അമ്മ ഇങ്ങനെയായിരുന്നു. യേശുവിന്റെ അമ്മയെ അവിടെ കാണുന്നില്ല. കാരണം കൃപയുടെ പ്രവർത്തനത്തിന് യേശുവിന്റെ അമ്മ വഴിമാറിക്കൊടുത്തു. ആ കൃപ കിട്ടിയ ആൾ നിന്നെ തന്നെ പ്രൊജക്ട് ചെയ്യത്തില്ല. നിനക്ക് വേണം പരിശുദ്ധാത്മ ശക്തി എന്ന് നിനക്കറിയാം. നീ അത് ഏറ്റെടുക്കും. കൃപ പ്രാപിച്ച് സൈഡ് മാറി പുത്രൻ കൃപ പ്രവർത്തിക്കാൻ അവസരം കൊടുക്കും, പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കാൻ അവസരം കൊടുക്കും. അമ്മ മാറിക്കൊടുത്തു. അമ്മയെ പിക്ചറിലൊന്നും കാണുന്നില്ല. അപ്പോസ്തലന്മാരോ സ്ലീഹന്മാരോ ഒന്നും അമ്മയെ കുറിച്ച് പറഞ്ഞാൽ താൻ പോയി ഡിമാൻഡ് ചെയ്യാൻ പോയില്ല. എന്റെ മോനായിരുന്നു, എന്റെ മോനെ കുറിച്ച് അവർ പറയുന്ന അറിയാമോ എന്നൊക്കെ പറഞ്ഞു. ഫ്രണ്ടിൽ നമ്മളൊക്കെ അത് കയറി എന്റെ മോനെ പ്രസംഗിക്കുന്ന അറിയാമോ, എന്റെ മോളെ വാൽഡിറ്റോറിയ, എന്റെ മോൾ വാൽഡിറ്റോറിയ ഞാൻ പറയുന്നത് എനിക്കറിയാം. അങ്ങനെ വരുമ്പം യേശുനമ്മ പറയേണ്ടതല്ലേ, അവൻ എന്റെ മോനോ ഞാൻ കൊണ്ടുവന്ന യേശുനമ്മ പറഞ്ഞില്ല. ഇന്ന് പോലെ അമ്മമാരെ ശ്രദ്ധിക്കുക. കൃപ ലഭിക്കുമ്പോൾ ദൈവ പ്രവർത്തിക്ക് നീ വഴി മാറിക്കൊടുക്കും. നിന്നെ തന്നെ പ്രൊജക്ട് ചെയ്യാൻ നീ ശ്രമിക്കത്തില്ല. അവൻ പരിശുദ്ധാത്മാവിന്റെ പിടിച്ചെടുക്കാൻ നീ ശ്രമിക്കത്തില്ല. ദൈവത്തിന്റെ അവകാശം അമ്മയാണെന്ന് പറഞ്ഞെടുക്കാൻ നീ ശ്രമിക്കത്തില്ല. കാരണം അറിയാം അമ്മയ്ക്കുൾപ്പെടെ അതാ പരിശുദ്ധാത്മാവ് സുബോധത്തിന്റെ ആത്മാവ വ്യക്തമായി മറു കൊടുക്കും. മാത്രമല്ല യേശുവിന്റെ അമ്മ വചനം സംഗ്രഹിക്കുന്നവളായിരുന്നു. അവൾ സംഗ്രഹിച്ചിരുന്നു. അവർക്ക് നല്ലവണ്ണം അറിയാമായിരുന്നു. അതുകൊണ്ടൊന്നും അവള് ചെയ്തില്ല. ദൈവപരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് വഴിമാറിക്കൊടുത്തു. അവളെ കുറിച്ച് പിന്നെ കേൾക്കുന്നില്ലെങ്കിലും ഇന്നും ലോകം അവളെ പറയുക ഭാഗ്യവതിയായ അമ്മ. എന്തൊരു ഭാഗ്യവതിയായ അമ്മ, എന്തൊരു ബ്ലെസ്സഡ് മദർ. എന്താ അവരുടെ ബ്ലെസ്സഡ്നെസ്. ദൈവത്തിന്റെ താൻ ഭൂമിയിൽ കൊണ്ടുവന്ന പൂർണ്ണ ദൈവമായ ക്രിസ്തുവിന്റെ അവകാശം താൻ ഏറ്റെടുക്കാതെ ഞാൻ ഈ ദൈവത്തിന്റെ അമ്മയാണെന്ന് പറയുന്നത് അവർക്ക് അറിയാം. താൻ ദൈവത്തിന് കൃപ ലഭിച്ചതെന്നറിയാം. അതേപോലെ കൃപ ലഭിക്കും അമ്മമാരെ, നിങ്ങളും നിങ്ങളെ തന്നെ പ്രൊജക്ട് ചെയ്യാതെ ദൈവം പ്രവർത്തിക്കും, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തിക്കും. ഇടപെടുക. നിങ്ങൾ പോയി അധികാരം, നിങ്ങൾ പോയി ഫൈറ്റ് ചെയ്യാതെ പരിശുദ്ധാത്മാവും ദൈവവും പ്രവർത്തിക്കാൻ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണം. ഈ വചനങ്ങൾ ആദ്യമായ കർത്താവിനെ അനുഗ്രഹിക്കട്ടെ.